ഒരു പണി കിട്ടി ഗൈസ്. ഇത് കണ്ട ദുആ ബേബിയുടെ പണിയാണ്. ഞാൻ ഉണ്ടാക്കി വെച്ച ആർട്ടിഫിഷ്യൽ ഒരു ചെടിയായിരുന്നു ഇത്. അതിൻ്റെ കോലം കണ്ടപ്പോൾ എല്ലാതും നശിപ്പിച്ച്. ഞാൻ ഉണ്ടാക്കണത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദുആ ബേബി, സത്യമായിട്ടും. ഇന്നിപ്പോൾ നമ്മുടെ ഒരു ചെറിയ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ക്രൈയുടെ കവറില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ കുഞ്ഞി കുഞ്ഞി ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്റ്റിക്കറാക്കാനുള്ള ഐഡിയയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് വെട്ടിയെടുക്കുക, ആദ്യം ചെറിയ പീസാക്കി വെട്ടുക, എന്നിട്ട് അതിനെ ഭംഗിയിൽ പീസാക്കി കട്ട് ചെയ്യുക. അത് കുറച്ച് പണിയാട്ടെ, ഇരുന്ന് കട്ട് ചെയ്യണം, എളുപ്പമല്ല. അതിൻ്റെ പകുതി ദുആ ബേബി വാരിക്കൊണ്ടുപോയി അവളുടെ പണി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഇത് കട്ട് ചെയ്തെടുത്ത് ഒരു പേപ്പറിൽ ഒട്ടിക്കുക. എന്ത് പേപ്പറിലാണെന്നല്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ പണ്ടത്തെ സ്റ്റിക്കറിൻ്റെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതിലാവുമ്പോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും പറിച്ചെടുത്ത് ഏത് ബുക്കിലാണ് നമുക്ക് ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിച്ച് വെക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പേപ്പർ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പേപ്പറിൽ ഒട്ടിച്ച്, അല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, അതിലായാലും ഒട്ടിച്ച് വെക്കുക. ഞാനൊരു ഭംഗിക്ക് സ്റ്റിക്കർ എന്നൊക്കെ എഴുതി കൊടുത്തു, അത്ര വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും. അങ്ങനെ അതിൽ നമ്മുടെ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും സ്റ്റിക്കർ ബുക്കിലെടുത്ത് ഒട്ടിക്കാം. നമുക്ക് വരച്ച് കഷ്ടപ്പെടേണ്ട, കുറച്ച് വെട്ടാനുള്ള പണിയല്ലേ ഉള്ളൂ. നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് 100% വർക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതെന്തായാലും ചെയ്ത് നോക്കണേ. നമ്മുടെ ഫസ്റ്റ് ക്രൈയുടെ കവർ മാത്രമല്ല, പലതരത്തിലുള്ള കവറിൽ ഇങ്ങനത്തെ പല ഡിസൈൻസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ.